ബാബു സോമ സോമ സുന്നത്ത് ഇന്നലത്തെ പാടെല്ലാം പഠിച്ചിടാറല്ലേ? ഓടെ എത്തിരി ഇന്നലത്തെ പാട ലാസ്റ്റ് എടുത്തിರಿ. ജനാബത്ത് കുലിടി ಹತ್ತಾಲ್ತೆ ಮುನ್ನೋಲು കുലിക്കോവ് സുന്നത്തായിട്ട് ഇക്കിടുണ്ട്. നെക്സ്റ്റ് പാട തുടങ്ങല്ലേ? വർക്കിലില്ല എല്ലാവരും എല്ലാ സ്ഥലത്തുള്ളാറല്ലേ? പാട നോക്കണക്ക. സുന്ന തഅക്കുദി, തഅക്കുദോട് കൂടെ സുന്നത്താക്കപ്പെടും ബിറമളാന, റമളാനിൽ. ഇനി എക്സ്ട്രാ ഇവിടെ വിഷയം ചൊന്നുകൊണ്ടുണ്ട്. അഷ്റുൽ അഖീറു ആക്കതു, റമളാനിൻ്റെ അവസാനത്തെ 10 പ്രബലമായ സുന്നത്തായിട്ട് ഇക്കിടുണ്ട്. തഅക്കുദോട് കൂടെ സുന്നത്തും ചൊന്തു. അവിടെ സുന്നയുടെ നായിഫയിൽ ചൊല്ലണത്തരെ ನೀವು ಎಂದ್ರೆ ಸುನ್ನತ್ತು ചൊന്നിട്ടില്ലേ? ഇക്താറു സ്വതഖത്തിൻ, എന്തിരെ സ്വതക്കയെ അധികരിപ്പിക്കൽ സുന്നത്താകപ്പെടും ചൊന്നുകൊണ്ടുണ്ട്. ಒಂದೈತಾ ಬಿಸೇಂದ್ರ ಒಂದೈತಾ? റമളാനിൽ എന്താക്കുന്നു? സ്വതകത്തെ അധികരിപ്പിക്കുന്നുണ്ട് ചൊന്നുകൊണ്ടുള്ളേ. അയെങ്ക് പ്രബലമായ സുന്നത്തെപ്പ ചൊന്നെങ്ക് റമളാൻ്റെ അവസാനത്തെ 10 ഇക്കിടുണ്ട്. നെക്സ്റ്റ് നോക്കറോ. തൗസിഅത്തിൻ അലാ ഇയാലിൻ, അവൻ്റെ ആശ്രിതരുടെ മേൽ വിശാലത കാണിക്കലും സുന്നത്താക്കപ്പെടും. ആശ്രിതർ ചൊന്നെങ്കിൽ ഔത്രങ്ങ ഇപ്പം റമളാനിൽ എന്താക്കണങ്ങ കൊല്ലക്കറി ആക്കട സാധാരണയായിട്ട് തർക്കാരി ಎಲ್ಲ വാർത്തുവർക്ക് ആക്കിണ്ടിക്കട. അപ്പം എന്താക്ക അവൾ മേലൊരു വിശാലത കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താക്ക വാർത്തുവർക്കായെങ്കിൽ കൊല്ലക്കറി ആക്കാൻ ചൊന്നുകൊണ്ടുള്ളേ. అయిపోయిన നോക്കറോ. ഇഹ്സാനിൻ ഇലൽ അഖാരിബി വൽ ജീറാനി, അവൻ്റെ അടുത്ത കുടുംബക്കാരും അയൽവാസികളുടെ മേൽ നന്മ കാണിക്കലും. ഓനൂടെ റമളാനിൽ സമോസ ಎಲ್ಲ ಹಾಕಿಟ್ಟಿಕ್ಕಡ. അവിടെ എന്താക്കോനപ്പനങ്ങ മുട്ട തൗത്തറങ്ങ ഇക്കിടാറ്, കുടുംബക്കാർ ഇക്കിടാറ്, അങ്ങകും പോയിട്ട് കൊടുക്ക. കാലി ഓനെ തിൻ്റെ മയാവലെ കേർത്താ. അതേപോലെ ഇത്തിബാഉല്ലതിന് വേണ്ടി സുന്നത്താകപ്പെടും ചൊന്നുകൊണ്ടില്ലേ. നെക്സ്റ്റ് നോക്കറു. അയ്യുഫത്തിറ സ്വാഇമീന, നോമ്പുകാരനക്ക് നോമ്പ് തർപ്പിക്കലിനെയും സുന്നത്താക്കപ്പെടും. നോമ്പ് പിരിച്ചിരിക്കട. அவங்க നോമ്പ് തറപ്പാട്ടുണ്ടങ്ങ. ഇപ്പം സാധാരണയായിട്ട് ഞങ്ങൾ പള്ളിയിൽ കുടുങ്ങിയിട്ട് എന്താക്കടാ ജമാഅത്തടങ്ങ ചൊന്നത് നോമ്പ് തറപ്പാട്ടുണ്ട്. അത് ഞങ്ങൾ കുടുങ്ങിയിട്ടാക്കിയ പോലെ ഞങ്ങൾ സ്വന്തം മനസ്സിൽ എന്താക്കോ ഞങ്ങൾ നോമ്പ് തറപ്പാട്ടുണ്ട് ചൊന്നിട്ടില്ലേ. അയ്യു അഷിയവും ഇൻകദറ, അവനക്ക് ആവതായാൽ അവൻ എന്താക്കണം? ഭക്ഷണം കൊടുക്കണം. അവൻ്റെ ഒട്ടിಗೆ ഓನು തിന്നോണുಂಟು ചൊന്നുണ്ടുണ്ട്. ഇവിടെ രാത്രിയുടെ ഭക്ഷണം ഉണ്ട്. ഇല്ല എനിക്ക് അവനക്ക് ആവതായില്ല, ഓನು മനസ്സില്ല, അല്ലാണ്ട് സമ്പത്തിക്കലെ അങ്ങനായിട്ട് ഇക്കു ചിലപ്പ അവനെന്താക്ക ഫഅല നഹ്വി ഷർബത്തിൻ, അവനെന്താക്ക കുടിവെള്ളം പോലത്തത് കൊണ്ട് കൊടുക്കാൻ ചൊന്നിട്ടില്ലേ. നെക്സ്റ്റ് നോക്കോർനാക്ക. അടികരಬೇಕವರು നോക്കിക്കൊണ്ടുള്ളാരല്ലേ, പറഞ്ഞിട്ടില്ല എല്ലാവരും. ഇക്താറു തിലാവത്തിൽ ഖുർആനി, ഖുർആൻ ഓത്തിനെയും അധികരിപ്പിക്കൽ സുന്നത്താകപ്പെടും. ഞാൻ സാധാരണ ഖുർആൻ ഓതുറാ, അയങ്ക് റമളാനിൽ ಜಾಸ್ತಿ ഓതുന്നുണ്ട്. ഫീ ഗൈരി നഹ്വിൽ ഹഷി, ഹഷിന്നുണ്ട് ഹുഷിന്നുണ്ട്. അവിടെ എന്താക്കണ ടോയ്ಲೆറ്റ് പോലോത്തത് അല്ലാത്തതിൽ എന്താക്കണ ഖുർആൻ ഓത. ബാത്റൂമിൽ ഓതോತೀರಾ? ബാത്റൂം അല്ലാത്തದಂಗೆ എന്താക്ക ഖുർആൻ ഓത. ഒലൗ നഹ്വ ത്വരീഖിൻ, അത് ഈ പോലോത്തത് ആയാലും ശരി. അവിടെ നഹ്വാൻ ഞങ്ങൾ വായിച്ച എന്തത് അവിടെ വായിക്കുമല്ല. കാരണം എന്തെങ്കിൽ അവിടെ ലൗടെ ശേഷം കാണാൻ്റെ ഇസ്മുടെ കളഞ്ഞിത്ത്. അപ്പം കാണാൻ്റെ ഖബറിന് കീറാബെന്തേ നസ്ബായിട്ടിക്കട്. അവിടെ നഹ്വ വായിച്ച ഞങ്ങൾ വയിൽ എന്താക്ക ഞങ്ങൾ റമളാനിൽ ചൊന്നുകൊണ്ടുള്ളേ. വയിൽ ഞങ്ങൾ എന്താക്ക ഖുർആൻ ഓതാൻ ചൊന്നുകൊണ്ടുള്ളേ. നെക്സ്റ്റ് നോക്കറു. അഫ്ളലുൽ ഔഖാത്തി ലിൽ ഖിറാഅത്തി, ഇത് ഖുർആൻ ഓതിൻ്റെ സമയത്തിൽ നിന്ന് അഫ്ളലായ സമയപ്പം ചൊന്നുകൊണ്ടുള്ളേ. മിനന്നആരി, പകലിൽ നിന്ന് പൊൽമന്തിൽ ഞാൻ ഖുർആൻ ഓതുക. അപ്പം അഫ്ളലായ സമയപ്പം ചൊന്നെങ്കിൽ ബഅദ സുബഹി,
സുബൈൻ്റെ ശേഷമായിട്ടിക്കറ്. ഒമിനൽ ലൈലി രാത്രിയിൽ നിന്ന് പ്രബലമായ സമയം എപ്പോൾ ചൊന്നെങ്കിൽ ഫിസ്സഹരി അത്താല സമയത്തിലായിട്ടിക്കറ്. ഫബൈനൽ പിന്നെ ഫബൈനൽ ഇഷ ഐനി ഇഷ ഐൻ ചൊന്നെങ്കിൽ മഗ്രിബ് ഇഷാൻ്റെ ഇടയിൽ അവിടെ ഇഷ ഐനി ചൊല്ല കാരണം അവിടെ ഞങ്ങൾ അബ്ബ വൈനി ചൊല്ലുമ്പോഴത്തേക്ക് എന്തിനുള്ള അബ്ബം ഉമ്മ ചൊല്ല. അതേപോലെ കമറൈനി ചൊല്ലുമ്പോഴത്തേക്കും സൂര്യൻ ചന്ദ്രൻ. അതേപോലെ ഇഷ ഐനി മഗ്രിബ് ഇഷ ഉണ്ട്. ഖിറാഅത്തുൽ ലൈലി രാത്രിയിൽ ഖുർആൻ ഓതലാകുന്നത് ഔല ഏറ്റവും നല്ലതായിട്ട് ചാവുകോതകൂ. എംബഗി അത്യാവശ്യമാണ് അയ്യക്കൂന ഷഅ്നുൽ ഖാരി ഓതുന്നവൻ അവൾ അത്യാവശ്യമാണ് അത്തദബ്ബുറ അർത്ഥ ചിന്തിച്ചോതണു. കാലിങ്ങനെ കുത്ത ഓദ്യമയാവലെ ഓതുறது കൊറടിയായിട്ട് ഇന്നെങ്കുവാവു എന്താക്കണു അർത്ഥ ചിന്തിച്ചിട്ട് ഓതണു. പാട നോക്കോರು ನಾಳೆ ಎತ್ತದೋ ನಾಳೆ ನೋಕಿ ಬರೋ ಎಲ್ಲರೂ ಪಡಿಸಿ ಬರು ಇನ್ಶಾ ಅಲ್ಲಾಹ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹ್. Next chord letter B. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. നമ്മുടെ പാഠം നിസ്കാരത്തിൻ്റെ റുക്നുകളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ പാഠമൊക്കെ പഠിച്ചല്ലേ? എന്താ ഇന്നലത്തെ പാഠത്തിൽ പറഞ്ഞത്? ഇന്നലത്തെ പാഠത്തിൽ പറഞ്ഞത് ലൗ ശക്ക ഫി അസ്നാഇൽ ഫാത്തിഹത്തി ഹൽ ബസ്മല എന്നാൽ ഫഅതമ്മഹ സുമ്മ ദക്കറ അന്നഹു. അതായത് ഇന്നലത്തെ പാഠത്തിൽ പറഞ്ഞത് ഇനി ഒരാൾ ഫാത്തിഹത്തിൻ്റെ മധ്യത്തിൽ നടുവിൽ സംശയിച്ചാൽ എന്താ സംശയം? എന്താ? ഹൽ ബസ്മല ബിസ്മി ഓതിട്ടുണ്ടോ എന്ന് സംശയിച്ചു ഫാത്തിഹയുടെ നടുവിൽ. എന്നാൽ അതിന് ഫതമ്മഹ എന്നിട്ട് മാത്രമല്ല ആ ഫാത്തിഹ പൂർത്തിയാക്കി. സംശയം വന്നു എന്നിട്ട് ഫാത്തിഹ പൂർത്തിയാക്കി. പിന്നെ സുമ്മ ദക്കറ പിന്നെ അവൻ ഓർത്ത് അന്നഹു ബസ്മല എന്ത് ബിസ്മി ഓതിട്ടുണ്ട് എന്ന് പിന്നെ ഉണിക്കെന്തായും ഉറപ്പായി. ആദ്യം സംശയം വന്നു, ആ സംശയത്തോടു കൂടെ അവൻ എന്താക്കി ഫാത്തിഹം പൂർത്തിയാക്കി. എന്നിട്ട് പിന്നെ എന്തായി ബിസ്മി ഓതിട്ടുണ്ട് എന്ന് അവനിക്ക് ഉറപ്പായി. എന്നാൽ ആദക്കുല്ലഹ അതിനെല്ലാം അവൻ എന്താക്കണം? മടക്കണം. അലൽ ഔജഹി പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അവൻ എന്താക്കണം? അതെല്ലാത്ത ആ ഫാത്തിഹ മുഴുവനും അവൻ അതിനെ മടക്കണം. ഇതാണ് ഇന്നാളത്തെ പാഠത്തിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാമല്ലേ? ബിസ്മില്ലാ. വസ്തഅനഫ ഉജൂബൻ ഇൻ ശക്ക ഫീഹി ഖബ്ലഹു ഐ തമാമി. വസ്തഅനഫ അവൻ ആദ്യത്തിൽ നിന്ന് കൊണ്ടുവരണം. ഉജൂബൻ നിർബന്ധമായിട്ട്. ഇൻ ശക്ക ഫീഹി അവൻ ഒരു ആയത്തിൽ എന്തായി സംശയിച്ചു. ഖബ്ലഹു അതായത് ഐ തമാമി ആ ഫാത്തിഹ തീർന്നതിന് മുമ്പ് ഒരു ആയത്തിൽ എന്നാണ് സംശയം വന്നത്. അപ്പോൾ ഉജൂബൻ നിർബന്ധമായിട്ട് മടക്കണം. ഏതുപോലെ? കമാ ലൗ ശക്കഹൽ ഖറഅഹ ഔല. അതായത് കമാ ലൗ ശക്കഹൽ ഖറഅഹ ആ ആയത്തിനെ ഓതിട്ടുണ്ടോ അല്ലെങ്കിൽ ഓതിട്ടില്ലയോ എന്ന് സംശയിച്ചതുപോലെ. കാരണം എന്തേ? ലിഅന്നൽ അസ്ല എന്താണ്? അദമു ഖിറാഅത്തിഹ അവന് ഖിറാഅത്ത് ഓതാതിരിക്കലാണ് അസ്ൽ. അതായത് ഒരു ഫാത്തിഹ അവൻ എന്താക്കി? ഓതിട്ട് പൂർത്തിയാക്കി. ആയത്തിലാണ് സംശയം. ഒരു ആയത്ത് പൂർത്തിയാക്കിയിട്ടുണ്ടോ ഇല്ല എന്നാണ് സംശയം. എന്നാൽ ആ ഫാത്തിഹത്ത് പൂർത്തിയാക്കിയതിന് ശേഷം എന്തായി അവൻ സംശയം വന്നാൽ
എന്താ ഫാത്തിഹത്തെ മുഴുവനും മടക്കണം. കാരണം എന്തേ അവിടെ അവന് ഫാത്തിഹ ഓതിയിട്ടില്ല, അതാണ് അസൽ. ഏതുപോലെ വക്കൽ ഫാത്തിഹത്തി ഫീദാലിക്ക, ഈ വിഷയത്തിൽ വക്കൽ ഫാത്തിഹത്തി ഫാത്തിഹ പോലെ ഫീദാലിക്ക, ഈ വിഷയത്തിൽ സായിറിൽ അർക്കായ മറ്റുള്ള റുക്കിന് പോലെ. പിന്നെ ഫലൗ ഷക്ക ഫി അസ്ലി സുജൂദി, ഇനി സുജൂദിലാണ് അവൻ സംശയിക്കൽ. മസല സുജൂദ് ഒരു ഉദാഹരണമാണ്. അതാബിഹി സുജൂദ് എന്താക്കിയാവണു സുജൂദ് ചെയ്തിട്ടുണ്ട് എന്നാണ് സംശയം, സുജൂദ് ചെയ്തിനാ ഇല്ല എന്നാണ് സംശയം. എന്നാൽ അതാബിഹി ആ സുജൂദിനെ അവൻ എന്താ കൊണ്ടുവന്നു. ഔ ബഅദഹു, അതായത് സുജൂദ് ചെയ്തിനാ ഇല്ലാന്ന് സംശയം, ഞാൻ സുജൂദ് ചെയ്തിനോ എന്നാണ് സംശയം. എന്നാൽ അവൻ എന്താക്കണം, അതാബി ആ സുജൂദിനെ അവൻ കൊണ്ടുവരണം. പിന്നെ ഔ ബഅദഹു, അല്ലെങ്കിൽ സുജൂദിന് ശേഷമാണ് അവൻ സംശയിച്ചത്. എന്താ സംശയം? എന്ത്? ഫീ നഹുയി വളഇൽ യദി, ആ സുജൂദിൽ എന്തൊക്കെയാണ് കൈവച്ചിട്ടുണ്ടോ, അതാണ് സംശയം. സുജൂദിൽ കൈവച്ചിട്ടുണ്ടോ, അതാണ് സംശയം വന്നാൽ ലം യൽസമുഹു ഷൈഅൻ, അവനക്ക് എന്തില്ല, അത് ഒന്നും നിർബന്ധമില്ല. സുജൂദ് ചെയ്തിനോ ഇല്ല സംശയം വന്നാൽ ആ സുജൂദിനെ അവൻ കൊണ്ടുവരണം. സുജൂദ് ചെയ്യുന്ന സമയത്തിൽ ഒരു അവയത്തിന് മേൽ കൈവച്ചിട്ടുണ്ടോ എന്ന് സംശയം വന്നാൽ അതിനൊക്കെ ഒരു പ്രശ്നമില്ല, അത് നിർബന്ധമില്ല. പിന്നെ ഒലൗ ഖറഅഹ, ഇനി അവൻ ഫാത്തിഹ ഓതിയാൽ ഗാഫിലൻ, അശ്രദ്ധ നിലക്ക് എന്തായി അവന് ഫാത്തിഹ ഓതി. മാത്രമല്ല ഫഫത്തിന ഇന്ദ സിറാത്തുല്ലദീന, ആ സിറാത്തുല്ലദീന എന്ന് പറയുന്ന നേരത്ത് അവനക്ക് എന്തായി ബോധം എന്തായി ഉണർന്നു. അശ്രദ്ധയിലാണ് ഓതിയത് ഫാത്തിഹ. ഈ അടുത്ത് വരുമ്പോൾ, ഈ ആയത്തിൻ്റെ അടുത്ത് വരുമ്പോൾ അവൻ എന്താ ഉണർന്നു. എന്നാൽ വലം യതയഖൻ ഖിറാഅത്തുഹ, അവനക്ക് ആ ഓതിയത് ഉറപ്പില്ല. നേരത്തെ ഫാത്തിഹ അവനക്ക് ഓതി ഉറപ്പില്ല, പക്ഷെ ഈ അടുത്ത് വരുമ്പോൾ അവൻ ഉണർന്നു. എന്നാൽ ലസിമഹു ഇസ്തിഅനാഫുഹ, അവനക്ക് ആ ഫാത്തിഹം എന്താക്കണം, അതിനെ തല മുതൽ കൊണ്ടുവരാൻ അവനക്ക് എന്താണ് നിർബന്ധമാണ്. വയജിബു തർത്തീബ് നിർബന്ധമാണ്. ഫിൽ ഫാത്തിഹത്തി, ഫാത്തിഹയിൽ ബിഅൻ യഅതിയ ബിഹാ, അത് കൊണ്ടുവരൽ തർത്തീബുമായിട്ട് കൊണ്ടുവരൽ നിർബന്ധമാണ്. കാരണം എന്തേ, അല നള്മിഹൽ മഅറൂഫി, അറിയപ്പെട്ടതായ ഒരു കോർവുണ്ടല്ലേ ഫാത്തിഹക്ക്, അതനുസരിച്ചിട്ട് അവൻ എന്താ കൊണ്ടുവരണം. അതായത് ഈ പറഞ്ഞ ആളുണ്ടല്ലേ, അശ്രദ്ധനായ നിലക്ക് ഓതിയ ആള് ആയത്തടുത്ത് ഈ ഹിദിന സിറാത്തോട് പറയുന്ന ആയത്തിനടുത്തുമ്പോൾ ഉണർന്നു. അപ്പോൾ ഫാത്തിഹ ആദ്യം തന്നെ കൊണ്ടുവരണം. ആ കൊണ്ടുവരുന്ന നേരത്ത് ആ ഫാത്തിഹ ഉണ്ട്, അതിൻ്റെതായ ഒരു കുറവുണ്ടല്ലേ, അതുപോലെ അവൻ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞതിവിടെ. ഇനി ഒമൻ ജഹില ലാഫിത്ത് തശഹുദി അത്തഹിയാത്തിലല്ല, ഇവിടെ ഫാത്തിഹാണ് എന്ത് പറഞ്ഞത്, അതിൻ്റെതായ കോർവയിൽ അവൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ ലാഫിത്ത് തശഹുദി അത്തഹിയാത്തിലല്ല. എപ്പോ മാലം യഖില്ല ബിൽ മഅന, മഅന എന്താവത്തിന് ഇടർച്ചയാവാത്ത കാലത്തെല്ലാം. അതായത് അത്തഹിയത്തിൽ ഇങ്ങനെ എന്തില്ല, ഒരു തർത്തീബായിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ എന്തില്ല, നിർബന്ധമില്ല, അവിടെ സുന്നത്താണ്. ലാക്കിൻ യുഷ്തറത്തു ഫീഹി, അത്തഹിയത്തിൽ ഷർത്താകപ്പെടും റിആയത്തു തഷ്ദീദാത്തിൻ, അവിടെ ശബ്ദകൾ കുറേ ശബ്ദങ്ങളുണ്ട്, ആ ശബ്ദങ്ങളെല്ലാം പരിഗണിക്കൽ കൊണ്ട് അവിടെ ഷർത്താകപ്പെടും. മുവാലാത്തിൻ കൽ ഫാത്തിഹത്തി, അവിടെ മുവാലത്തും വേണം. അത്തഹിയത്തിൽ മുവാലത്തും തഷ്ദീദുകൾ പരിഗണിക്കലും ഇതെല്ലാം വേണം. ഏതുപോലെ ഫാത്തിഹ പോലെ. ഇനി ഒമൻ ജഹില ജമീഅൽ ഫാത്തിഹത്തി, ഒമൻ ജഹില, ഇനി അവനെന്തായി ജമീഅൽ ഫാത്തിഹത്തി, ഫാത്തിഹ മൊത്തം അവനക്കറിയില്ല, ജഹലായി. ഒലം യുംകിനുഹു തഅല്ലുമുഹ, ആ ഫാത്തിഹത്തെ പഠിക്കാൻ നമുക്ക് സൗകര്യമായില്ല. അതായത് ഓർത്തന് ഫാത്തിഹ വരുന്നില്ല, അതിന് അവനക്ക് പഠിക്കാനും എന്തില്ല, സൗകര്യമില്ല. അപ്പോൾ കബല ലീക്കിൽ വക്ത് കൊടുക്കാവുന്നതിന് മുമ്പ്, അപ്പോൾ വല ഖിറാഅത്തിഹ ഫീ നഹ്വി മുസ്ഹഫിൻ, അവനക്ക് മാത്രമല്ല അവനക്ക് എന്തില്ല, മുസ്ഹഫ് പോലത്തത് അവനക്ക് എന്തില്ല, വായിക്കാനൊന്നുമില്ല ആ സമയത്ത്. ഇനിയിപ്പോൾ ഉദാഹരണം എടുത്ത് നോക്കിയാൽ ഈ ഇസ്ലാമിനെ പറഞ്ഞ ആൾക്കാരെല്ലാം ഉണ്ടല്ലേ, പുതിയ ഇസ്ലാമിന് പറഞ്ഞ ആൾക്കാർ, അപ്പോൾ അവർക്ക് എന്തില്ല, കുറേ ആൾക്കാർക്ക് ഫാത്തിഹ ഇങ്ങനെ ആ സമയത്തിൽ ഫാത്തിഹ ഓതാൻ കഴിയുന്നില്ല. അപ്പോൾ ലസിമഹു ഖിറാഅത്തു സബ്ആയത്തിൻ, അപ്പോൾ ആ സമയത്ത് ആ വ്യക്തിക്ക് ഇസ്ലാം കൊടുക്കുന്ന ഒരു ഇളവാണ് എന്ത്, ലസിമഹു ഖിറാഅത്തു സബ്ഉ ആയത്തിൻ, അവൻ എന്താക്കണം, 7 ആയത്തിൻ്റെ ഖദർ അവൻ ഖിറാഅത്ത് ഓതണം. ഒലോ മുതഫർറിഖത്തൻ, ആ 7 ആയത്ത് ഖിറാഅത്ത് ഓതനല്ലേ, അത് എവിടെ നിന്നാണെങ്കിലും ശരി, ഇങ്ങനെ വിട്ടിരിഞ്ഞു ഏതായാലും ഒരു ഫാത്തിഹയുടെ ഖദർ എത്തിയാലും ശരി. പിന്നെ ലാ യൻഖുസഫ് ഹുറൂഫുഹ, അതേ പറഞ്ഞത് ഹുറൂഫുഹ അൻ ഹുറൂഫിൽ ഫാത്തിഹത്തി, ഫാത്തിഹയുടെ ഹർഫുകളുണ്ടല്ലേ, എത്രയുണ്ട് ഫാത്തിഹയുടെ ഹർഫുകൾ, 156 ഹർഫുകളുണ്ട്. അപ്പോൾ ആ ഹർഫിനേക്കാൾ കുറയാതിരിക്കാനാണ് നല്ലത്. അപ്പോൾ ഓതുന്ന ഇതുണ്ടല്ലേ, 7 ആയത്തെന്ന് ഓതുന്ന പറഞ്ഞല്ലേ, ആ 7 ഓതുന്ന ആയത്ത് ഫാത്തിഹയുടെ ഹർഫുകൾ കുറയാതിരിക്കാൻ പാടില്ല, അത്രയും ഫാത്തിഹയുടെ ഖദർ തന്നെ വരണം. പിന്നെ
വഹിയ ബിൽ ബസ്മലത്തി ബിത്തഷ്ദീദാത്തി, അതായത് ഇവിടെ ഫാത്തിഹയുടെ ഹർഫുകൾ പറഞ്ഞു. ആ വഹിയ പറയുന്നത് ഫാത്തിഹയുടെ ഹർഫുകളാണ് ഇവിടെ പറയുന്നത്. വഹിയ ബിൽ ബസ്മലത്തി, ബിസ്മികളെ കൂടെയും. ഓക്കെ, ഇൻഷാ അള്ളാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചു. ഇനി നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.